കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോന്റെ ചാപ്റ്റർ 336 337 ആണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഇല്ല, ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. വിസാർഡ് കിങ് നമ്മുടെ എനിമിയാണെന്നോ? അതെങ്ങനെ ശരിയാകും? പുള്ളിക്കാരനെ നമ്മൾ ഇത്ര നാൾ സംരക്ഷിച്ചത്. ലൂഷ്യസിന്റെ കാര്യം അങ്ങനെ ക്ലോർ കിങ്ഡം ഫുള്ള് പരന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ യൂണോ അവിടേക്ക് വരുന്നത്. പുള്ളിക്കാരനായിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. മിമോസെ നോയിലെ നോറയും കൂടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബാക്കിയുള്ള ക്യാപ്റ്റൻസിന്റെ അടുക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ റില്ലിനി എന്താ പറയേണ്ടതെന്ന് അറിയാമല്ല. പുള്ളിക്കാരൻ കിടന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് ആദ്യം ഒരു പാർട്ടി ആയിട്ടല്ല തുടങ്ങിയത്, ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ വരുന്നത്? ഇല്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. എങ്ങനെയാണ് ആസ്റ്റ മരിച്ചെന്ന് എല്ലാവരും പറയുന്നത്? യാമയ്ക്ക് വളരെയധികം ദേഷ്യം വന്ന് നിൽക്കുകയാണ്. പുള്ളിക്കാരൻ പെട്ടെന്ന് നാച്ചിനെ അങ്ങോട്ട് വിളിക്കും. ഉടനെ തന്നെ നമ്മുടെ നാച്ച് അവിടേക്ക് വരികയും ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെയുള്ള ആരുടെ വേണമെങ്കിലും ഷാഡോസിലേക്ക് വരാൻ സാധിക്കും, പക്ഷെ ഇപ്പോൾ എനിക്ക് ആസ്റ്റയുടെ ഷാഡോയിലേക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് 4 കാര്യങ്ങൾക്ക് ഇവിടെ ചാൻസ് ഉണ്ട്. ഒന്ന്, അവൻ ഏതെങ്കിലും നമുക്കറിയാത്ത ഡയമെൻഷനിലായിരിക്കണം, അല്ലെങ്കിൽ മറ്റൊരു കോണ്ടിനെന്റിലായിരിക്കണം, അതും അല്ലെങ്കിൽ അവൻ മറ്റെവിടെയോ നല്ല ദൂരെയുള്ള സ്ഥലത്തായിരിക്കണം, അല്ലെങ്കിൽ അവസാനമായിട്ട് അവൻ മരിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നോക്കാനടുത്ത് ലോർഡ് ജൂലിയസ് അല്ല, ലൂഷ്യസ് സോഗർട്ടിസ് നമ്മുടെ എനിമി തന്നെയാണെന്ന് ഉറപ്പായി. വിസാർഡ് കിങ് ആണെന്ന് ആര് കണ്ട്? ഇത് നോക്കിയേ, ഒരു ബോഡിയിൽ 2 പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടെന്ന്. കറക്റ്റ് എൽഫിന്റെ കാര്യങ്ങളൊക്കെ പോലെ തന്നെ. അവന്റെ സോഗർട്ടിസ് ആണെന്നുണ്ടെങ്കിൽ അവന് ഡാർക്ക് ട്രൈഡിലെ ബ്ലഡ് റിലേഷൻ കാണും. അത് മാത്രമല്ലാതെ അവന് അണ്ടർവേയിലുള്ള എല്ലാ ഡെവിൾസിനെയും കൺട്രോളും ചെയ്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം ഇവിടെ നിൽക്കട്ടെ, ആദ്യം അവന് നമ്മുടെ വിസാർഡ് കിങ്ങിന്റെ പവർ ഉണ്ട്. അതും പോരാഞ്ഞിട്ട് ആ ലൂസിഫർ എന്ന് പറയുന്ന ഒരുത്തിന്റെ പവറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതും ശരിയാണ്, അവന് വലിയൊരു സ്പെല്ല് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതിനു മുമ്പ് ഈയിടെ കാണുന്ന ആ ഡെവിൾസിന്റെ ആക്ടിവിറ്റീസിനെ പറ്റി നമുക്ക് എന്തായാലും ഒന്ന് അന്വേഷിക്കണം. അതിനും ഇതുമായിട്ട് എന്തൊരു കണക്ഷൻ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആ ഡെവിൾസിന്റെ ഒക്കെ കൂട്ടത്തിൽ ഒരു സുപ്രീം ഡെവിൽ ഉണ്ടായിട്ട് കൂടി അത് ഞങ്ങളെ ആരെയും ആക്രമിച്ചില്ല. അത് നോക്കി നിൽക്കുന്നത് മാത്രമേ ചെയ്തുള്ളൂ. അവസാനം അത് അവിടുന്ന് പോവുകയും ചെയ്തു. ലൂഷ്യസ് എന്തൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, അത്രയധികം ഡെവിൾസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അണ്ടർവേയിലേക്കുള്ള ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ലൂഷ്യസിന്റെ മാജിക്ക് സോൾ മാജിക് എന്നല്ല കേട്ടത്. അതിനെപ്പറ്റി നമുക്ക് ഒന്നും തന്നെ അറിയാമല്ല. അത് മാത്രമല്ല, സിസ്റ്റർ ലില്ലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവന് നന്നായിട്ട് തന്നെ മൈൻഡ് കൺട്രോളിങ് ചെയ്യാൻ സാധിക്കും. യാമി പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. കാരണം പുള്ളിക്കാരന് നല്ലധികം ദേഷ്യമുണ്ട്. ആസ്റ്റ മരിച്ചെന്നൊക്കെ കേൾക്കാൻ നേരത്ത് പുള്ളിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ മേല. യൂണോ അപ്പൊ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നമുക്കിനി വേറെ ചോയ്സ് ഒന്നുമില്ല. എന്റെ കൺസേൺ എന്താന്ന് വെച്ചാൽ അവൻ മരിച്ചെങ്കിൽ അവൻ മരിച്ചിരിക്കുന്നു. ഇനി അവൻ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ അവനെ സർപ്പാസ് ചെയ്ത് ലൂഷ്യസിനെ തോപ്പിച്ചിട്ട് ഞാൻ ഇവിടുത്തെ വിസാർഡ് കിങ് ആകാൻ പോകുകയാണെന്ന് നമ്മുടെ യൂണോ പറയും. അതേസമയം ആ ഒരു സുപ്രീം ഡെവിലി നമ്മുടെ ലൂഷ്യസിനടുക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. പുള്ളിക്കാര് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു ഹ്യൂമന് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? അവൻ വളരെ നിസ്സാരമായിട്ടാണ് ആ ഹയർ ഡെവിൾസിനെ എല്ലാത്തിനും തന്നെ ഡിഫീറ്റ് ചെയ്തത്. ഞാൻ ഏകദേശം 10,000-ൽ കൂടുതൽ ഫ്യൂച്ചേഴ്സ് കണ്ടു കഴിഞ്ഞു. അതിനിടക്ക് ഒരെണ്ണത്തിന് മാത്രമേ അവർക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉള്ളൂ. അതിലൊക്കെയുള്ള കീ ആണ് ആ യൂണോ എന്ന് പറയുന്നിടത്തൻ. അതുകൊണ്ട് ഭാവിക്ക് വേണ്ടി, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവൻ ഉറപ്പായിട്ടും മരിക്കണം. ഇതേ സമയം ഒരു കടൽ തീരമാണ് കാണിക്കുന്നത്. അവിടെ ആയിട്ട് നമ്മുടെ ആസ്റ്റ കിടപ്പുണ്ട്. പുള്ളിക്കാരന് ബോധമൊന്നും ഇല്ലാതെ അവിടെ അനങ്ങാതെ കിടക്കുവാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരാൾ നടന്നു വരുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ദേ കിടക്കുന്നില്ല. പിന്നെ നമ്മുടെ ബ്ലാക്ക് ബുൾസിനാണ് കാണിക്കുന്നത്. അവരുടെ എല്ലാവരും നമ്മുടെ നാച്ച് പറഞ്ഞു ആസ്റ്റ മരിച്ചെന്ന്. ആസ്റ്റയ്ക്ക് വളരെ വലിയ ഒരു ലീത്തലുള്ള വൂണ്ടാണ് കിട്ടിയത്. അതും പോലെ കഴിഞ്ഞിട്ട് സ്പെഷ്യൽ മാജിക് യൂസ് ചെയ്ത് അവനെ എറിസും ചെയ്തു. ഇതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് അവൻ മരിച്ചെന്നാണ് നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കുന്നത്. അവരെല്ലാവരും ഇത് കേട്ട് ഞെട്ടുവാണ്. അതേസമയം നമ്മുടെ മാഗ്നിൻ ലക്കിന് നന്നൊരു ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അവൻ എത്ര ധൈര്യം കൊണ്ടാണ് പെർമിഷൻ ഇല്ലാതെ പോയി ചത്ത. അതൊക്കെ എന്ത് വേണമെങ്കിലും കൊള്ളാം, പക്ഷെ റിയാലിറ്റി വെച്ച് നോക്കാൻ നേരത്ത് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അവൻ മരിച്ചെന്ന്. അവന്റെ ശവം ഞാൻ നേരിട്ട് കാണുന്നവരെ അത് ഞാൻ ഒരിക്കലും തന്നെ വിശ്വസിക്കുന്നില്ല. അപ്പൊ എല്ലാ ബ്ലാക്ക് ബുൾസും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, വൈസ് ക്യാപ്റ്റൻ നിങ്ങൾ പേടിക്കണ്ട, ആസ്റ്റ മരിച്ചിട്ടില്ല. നാച്ചിന്റെ മുഖത്ത് ഒരു ചിരി വരുന്നുണ്ട്. എന്നിട്ട് നാച്ച് അവർ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ആസ്റ്റനെ തപ്പി ഇറങ്ങുവാണ്. ആസ്റ്റ അങ്ങനെ കണ്ണു തുറന്നു. പുള്ളിക്കാരൻ ശ്രദ്ധിക്കാൻ നിർത്ത്. പുള്ളിക്കാരൻ ഇതുവരെ കാണാത്ത റൂമും പരിസരമൊക്കെ. അങ്ങനെ അവിടേക്ക് ഒരു ഡോൾ നടന്നു വരും. ആസ്റ്റ വിചാരിച്ചത് അത് ചാർമിയാണെന്നാണ്. പക്ഷെ പുള്ളിക്കാരി പെട്ടെന്ന് പുള്ളിക്കാരുടെ വാ തുറന്ന് കുറെ അധികം ചായ ആ കപ്പിലേക്ക് ഒഴിച്ചിട്ട് ആസ്റ്റക്ക് കൊടുത്തിട്ട് അവിടുന്ന് പോകും. അതൊരു ഡോളാണ്. അതിന്റെ പേര് ഒച്ചാമി ഡോൾ എന്നാണ്. നമുക്ക് ചായ തരുന്നതാണ് അതിന്റെ പണി. സോ ആസ്റ്റ, നീ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? അപ്പൊ തന്നെ ആസ്റ്റ ഞെട്ടി തരിച്ചോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നീ? നിനക്ക് എങ്ങനെയാണ് എന്റെ പേര് അറിയാവുന്നത്? അപ്പോഴാണ് ആസ്റ്റ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പുള്ളിക്കാരന്റെ വൂണ്ട് കംപ്ലീറ്റ്ലി ഹീൽ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് മിമോസക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെ ഹീലായെന്ന് പുള്ളിക്കാരൻ ആലോചിക്കുകയും ചെയ്യും. നീയാണോ ഇത് ചെയ്തത്? അല്ല, എനിക്ക് അത്രയും കഴിവൊന്നും ഇല്ല. അതെന്റെ ഒരു ഫ്രണ്ടിന്റെ പണിയാണ്. അയ്യോ, അപ്പൊ ലിബി എന്തേ? അവനെ കാണാൻ കുറച്ച് കുഞ്ഞതാണ്, കറുത്ത കളറിലിരിക്കും. ആ ഡെവിലോ? അവനെ ഇപ്പൊ എന്റെ ഫ്രണ്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആസ്റ്റ ഞെട്ടി ധരിച്ചുകൊണ്ട് ആ ചായ കുടിച്ചിട്ട് പുള്ളിക്കാരൻ മനസ്സിൽ പറയുന്നുണ്ട്, അവന് ഡെവിൾസിനെ പറ്റി അറിയാം. പിന്നെ അവന്റെ ഭാഗത്തുനിന്ന് അധികം ഡേഞ്ചർ ആയിട്ടുള്ള കീക്കും എനിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആരാണ് ഇവൻ? ഞാൻ നീയായിട്ട് ഇതുവരെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇതിന്റെ യാമിനെ അറിയാം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വളർന്നവരാണ്. നീ ക്യാപ്റ്റൻ യാമിയുടെ ഉള്ളിൽ ഫ്രണ്ടാണെന്നോ? അത് കൊള്ളാലോ. ശരിയാണ്, പറഞ്ഞു വരാൻ നേരത്ത് അവരുടെ കീ തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. അതെ, അവൻ അവസാനമായിട്ട് കാണാൻ നേരത്ത് അവന് 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ കുറിച്ച് പറയാനാണെങ്കിൽ അവൻ കക്കൂസിന്ന് എഴുന്നേക്കാറില്ലല്ലോ. ആസ്റ്റേ ഞെട്ടിത്തെരിച്ചുകൊണ്ട് പറയുന്നത്
സത്യമാണ്. അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോലും ഇറങ്ങത്തില്ല. പെട്ടെന്ന് ആ സ്റ്റേ ഞെട്ടി തെരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ എന്നോട് ക്ഷമിക്കൂ, സംസാരിച്ചിരുന്നുകൊണ്ട് സമയം പോയി അറിഞ്ഞില്ല. എന്തായാലും എന്നെ രക്ഷിച്ചതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. പക്ഷെ എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോയേ പറ്റത്തുള്ളൂ. ഈ സ്ഥലം എവിടെയാണ്? എനിക്കറിയാം നിന്റെ മനസ്സ് എന്തൊക്കെയാണ് പറയണമെന്ന്. പക്ഷെ നീ ടെൻഷൻ അടിക്കാതെ ആദ്യം അവിടെ നിന്ന് ഇരിക്കും. എനിക്കെല്ലാം തന്നെ മനസ്സിലാവും. നിനക്ക് ഇഷ്ടമുള്ള ആ പെങ്കുച്ച് തന്നെ നിന്നെ ഈ ഒരു അവസ്ഥയിലാക്കില്ലേ. സത്യം പറഞ്ഞാൽ അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഞെട്ടി തെരിച്ചുകൊണ്ട് ആസ് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് നിനക്കൊക്കെ അറിയാവുന്നത്? നീ പേടിക്കൊന്നും വേണ്ട, അത് വേറൊന്നുമല്ല. എന്റെ ഈ കണ്ണുകൾ കൊണ്ട് എനിക്ക് എല്ലാം തന്നെ കാണാൻ സാധിക്കും. അതുമാത്രമല്ലാതെ എന്റെ ഈ കണ്ണുകൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നീ ഇപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും മരിക്കും. അതുമല്ല എന്തായാലും നിനക്ക് ഒറ്റയ്ക്ക് ഇവിടേക്ക് പോകാൻ സാധിക്കത്തില്ലെന്ന് പറയാൻ നേരത്ത് പുള്ളിക്കാരന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പെങ്കൊച്ച് അവിടേക്ക് വന്ന് ആ ഗേറ്റ് തുറക്കും. വിശാലമായ ജാപ്പനീസ് സ്റ്റൈലിലുള്ള ഒരു ടൗൺ ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ പേര് ലാൻഡ് ഓഫ് ദി സൺ ആണ്. അത് മാത്രമല്ലാതെ ക്ലോർ കിൻഡത്തിൽ നിന്ന് വളരെയധികം ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്റെ പേര് റിയുഡോ എന്നാണ്. ഞാനാണ് ഇവിടുത്തെ ഷോഗൻ. അതായത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഞാനാണ്. സോ എനിക്ക് നിന്നോട് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ നീ ഇവിടെ നിന്നുകൊണ്ട് സ്ട്രോങ്ങർ ആകാൻ നോക്കുക, എന്നിട്ട് തിരിച്ചു. അങ്ങനെ പുതിയൊരു സ്ഥലവും കാണിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെയോട് അവസാനിക്കുന്നത്. നാളെ തന്നെ അടുത്ത വീഡിയോയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്.